മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് ആരംഭിക്കും. സമരം തുടർന്നാൽ തെക്കൻ കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച MD പി മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. CITU INTUC സംഘടനകൾ സംയുക്തമായാണ് സമരാഹ്വാനം നൽകിയിട്ടുള്ളത്. പ്രശ്നപരിഹാരത്തിന് മിൽമ ചെയർമാൻ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിലും MDയെ മാറ്റി നിർത്താതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് യൂണിയനുകളുടെ നിലപാട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ള എത്രയോ ചെറുപ്പക്കാർ ഇന്ന് PSC വഴി റാങ്കിൽ വന്നതിന് ശേഷം അവർക്ക് ജോലിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, മുട്ടിലിഴയുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ 3.5 ലക്ഷം രൂപയോളം ശമ്പളം കൈപ്പറ്റി ഇവിടെ നിന്നും കഴിഞ്ഞ മാസം റിട്ടയർഡായ മിൽമയുടെ എല്ലാ ആനുകൂല്യങ്ങളും, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിരിഞ്ഞ ഒരാളിനെ വീണ്ടും പുനർനിയമനം നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ INTUC CITUയുടെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു. സാരംഗ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. എന്തിനാണ് ഈ ഒരു മിൽമ സമരം? അതൊരു സംഭവത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ചർച്ചയിൽ പരിഹാരമുണ്ടാകും? പ്രധാനമായും മിൽമയിലെ സമരം MD, അതായത് കഴിഞ്ഞ മാസം വിരമിച്ച MD മുരളിക്ക് പുനർനിയമനം നൽകിയതിനെ തുടർന്നുള്ളതായിരുന്നു. അതായത് 2 വർഷത്തേക്ക് നൽകുന്നു. അത് മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷമാണ് ഇവർ വിരമിച്ചത്. അതിനുശേഷം വരുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കോ ഇവർക്കോ ഒന്നും ലഭിക്കാത്തൊരു ആനുകൂല്യം MDക്ക് മാത്രം നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപം ആലോചിച്ചിട്ടാണ് ഇവർ സമരവുമായി മുന്നോട്ട് വരുന്നത്. മലബാർ മേഖലയിൽ നിന്നും തിരുവനന്തപുരം മേഖലയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന മുരളിക്ക് കൃത്യമായ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. സമരസമിതി നേതാക്കളുടെ പ്രതികരണം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ സമരം മാനേജ്മെന്റ് സ്വയം വലിച്ചുവെച്ച സമരമാണ്, ഉണ്ടാക്കിയെടുത്ത സമരമാണ്. കാരണം ഞങ്ങൾ മെയ് മാസം 5-ാം തീയതി പണിമുടക്ക് നോട്ടീസ് സംയുക്തമായി CITU INTUC യൂണിയനുകൾ, അംഗീകൃത ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഞങ്ങൾ പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ഈ മാനേജ്മെന്റ് തയ്യാറായില്ല. ലേബർ കമ്മീഷൻ അവിടെ ഒരു മീറ്റിംഗ് 20-ാം തീയതി ലേബർ കമ്മീഷൻ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഹെഡ് ഓഫീസിലുള്ള ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ തീരുമാനമൊന്നും എടുക്കാൻ അവകാശമില്ലാത്ത, അർഹതയില്ലാത്ത, കഴിയാത്ത ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെയാണ് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ലേബർ കമ്മീഷൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പണിമുടക്ക് മാറ്റിവെക്കണമെന്ന് ലേബർ കമ്മീഷൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു മാറ്റിവെക്കാം, കുഴപ്പമില്ല, പക്ഷേ ഈ MDയെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറൊരു ദിവസം ഇവർ പറയുമ്പോൾ അവരൊരു പങ്കെടുപ്പിച്ച ഒരു മീറ്റിംഗ് കൂടാം, അവിടെ വെച്ച് തീരുമാനം എന്താണോ ആകുന്നത് അതുപോലെ നമുക്കിപ്പോൾ അതിനവർ തയ്യാറല്ല. അതിന് ഈ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അത് പറയാൻ തയ്യാറല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പണിമുടക്കുമായി മുന്നോട്ട് പോകും. അപ്പോൾ ലേബർ കമ്മീഷൻ എന്താ പറഞ്ഞത്? ലേബർ കമ്മീഷൻ പറഞ്ഞ് അടിയന്തരമായി നാളെ തന്നെ മിനിസ്റ്റർ ലെവലിൽ ഒരു മീറ്റിംഗ് വിളിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഞങ്ങൾ പറഞ്ഞത് എന്താ, എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തയ്യാറാണ്, മീറ്റിങ്ങിന് വരാൻ തയ്യാറാണ്. ഞങ്ങളെ പാലക്കാട് നിന്നുള്ളതും പാലക്കാട്, പിന്നെ കൊല്ലം, ആലപ്പുഴ, നെയ്യാറ്റിൻകര, ഇവിടെ എല്ലാം, കൊല്ലത്ത് ചന്ദ്രശേഖർ സാർ അടക്കം ഉള്ള മുഴുവൻ നേതാക്കൾ വന്നിട്ട് പോലും ഈ പട്ടത്തുണ്ടായിരുന്ന ചെയർമാൻ MD വികാസ് ഭവൻ വരെ വരാൻ തയ്യാറായില്ല. അവരൊരു 4 പേപ്പർ എഴുതി കുറെ കൊടുത്തുവിട്ടു. അത് ഞങ്ങൾക്ക് ഒരിക്കലും അത് ഞങ്ങളെ ട്രേഡ് യൂണിയനുകളെ കളിയാക്കുന്നതാണ്. ലേബർ കമ്മീഷണർ വരെ അവര് കളിയാക്കുന്നത് പോലെയാണ് സംഭവിച്ചത്. അന്ന് ഇവരെന്നാ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അനിശ്ചിതകാലമായിട്ട് മുന്നോട്ട് സമരം പോവുകയാണെന്നുണ്ടെങ്കിൽ പാൽ വിതരണത്തിന് തടസ്സപ്പെടും. അനിശ്ചിതകാലമായി ഇപ്പൊ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പാല് തടസ്സപ്പെടും. കാരണം രാവിലെ 6:30 ഇറങ്ങേണ്ട വണ്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്നലെ നൈറ്റ് പോയ വണ്ടികളെ പോയിട്ടുള്ളൂ. 6:30 ഇറങ്ങേണ്ട വണ്ടി ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു 10 മണിയോടുകൂടി സിറ്റിയിൽ പാല് ക്ഷാമം ആരംഭിച്ചു തുടങ്ങും. അത് സമരം എങ്ങനെ നിൽക്കണമെങ്കിൽ സിറ്റി മുഴുവൻ പാല് ക്ഷാമം ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് പ്രൈവറ്റ് മിൽമേലെ പാല് കച്ചവടം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം തടസ്സപ്പെട്ടാൽ ലക്ഷക്കണക്കിന് പാല് അവർക്ക് വിറ്റുമാറാം. അതിലൂടെ അവർക്ക് മാർക്കറ്റിൽ കടന്നു കയറാൻ കഴിയും. ഞങ്ങൾക്കിതൊക്കെ അറിയാം. മാർക്കറ്റിംഗിൽ അവർക്ക് കടന്നു കയറാൻ കഴിയും. അവര് പിന്നെ ഞങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെട്ട പാലിന്റെ പ്രതികരണം എടുത്തുകൊള്ളൂ. എന്തായാലും ഇന്ന് മിൽമ ജീവനക്കാരുടെ സമരം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്.